എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗൗതം ബസ് സ്റ്റാൻഡിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട് ശാന്തിപുരത്തേക്കുള്ള വണ്ടി ബസ് ഏതാണ് എന്ന്. അന്നേരം ഡയറക്റ്റ് ബസ് ഇല്ല എന്ന് പറഞ്ഞ് വേറൊരു ബസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗൗതം അങ്ങോട്ട് വരുമ്പം തന്നെ കാണുന്നുണ്ട് അകത്ത് നന്ദ ഇരിക്കുന്നത്. ഏതായാലും ഗൗതം അകത്തേക്ക് കയറി വരുന്നു. അകത്തേക്ക് കയറി വരുമ്പോൾ മോള് ഉറങ്ങുന്നത് കാണുമല്ലോ. അന്നേരം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മോളെ തന്നെ ഇങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടും സങ്കടത്തോടും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അത്രയും സമയം നന്ദ ഇങ്ങനെ കണ്ണടച്ച് ചാരി ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോഴാണ് ഗൗതത്തെ കാണുന്നത്. അന്നേരം എന്താ ഗൗതം സാർ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ മോളെ എടുത്തുകൊണ്ട് ഇറങ്ങി പോരുവാണ് ഗൗതം. അന്തേക്കും നന്ദ പുറകെ ഗൗതം സാർ എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി പോരുന്നുണ്ട്. അതിനെനിക്ക് നന്ദ പറയുന്നുണ്ട്, എൻ്റെ കുട്ടിയെ എൻ്റെ മോളെ ഇങ്ങോട്ട് താ ഗൗതം സാർ, ഇത് എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൗതം ഒന്നും മിണ്ടുന്നില്ല. ഏതായാലും പുറത്തേക്ക് ഇറങ്ങുന്ന നന്ദ ഗൗതത്തെ തടഞ്ഞു നിർത്തും. എന്നിട്ട് എൻ്റെ മോളെ കൊണ്ട് എങ്ങോട്ട് പോവാ ഗൗതം സാർ, മോളെ ഇങ്ങ് താ എന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഇത്രയും കാലം നീ ഈ കാര്യം പറഞ്ഞാണ് എൻ്റെ മകൾ എന്ന് മാത്രം പറഞ്ഞാണ് എൻ്റെ കണ്ണ് കെട്ടിക്കൊണ്ടിരുന്നത്. ഇനി അത് നടക്കുകയില്ല. ഈ മോളുടെ അച്ഛൻ ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയും. അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട്, അതൊക്കെ അറിയേണ്ട അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറി തന്നെ? ഞാൻ ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരുടെ ഇന്ന് തന്നെ ശാന്തിപുരത്തേക്ക് പോകുവാണ് എന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഇല്ല, ഒരിടത്തേക്കും നീ പോവില്ല, ഒരു ശാന്തിപുരത്തേക്കും പോകില്ല. ഒരു മോളിലെ അച്ഛൻ ആരാണ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ നീ ഇനി ഇവിടുന്ന് പോകുകയുള്ളൂ എന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പലതവണയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതിനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ശാന്തിപുരത്തേക്ക് പോകും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി പോകാമല്ലോ, പിന്നെ എന്തിനിങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഗൗരിമോളിലെ അച്ഛൻ ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ, അതല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോണില്ല എന്ന് ഉറപ്പിച്ച് പറയുവാണ്. അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശാഠ്യം പിടിക്കുന്നത്? ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ മോളെ ഇങ്ങ് താ എന്ന് തന്നെ പറയുവാണ്. അന്നേരം ഗൗതത്തിന് ദേഷ്യം വന്നിട്ട് നന്ദയുടെ കൈ പിടിച്ച് മോളുടെ തലയിലേക്ക് വയ്ക്കും. എന്നിട്ട് പറയുന്നുണ്ട്, മോളുടെ തലയെ തൊട്ട് നീ സത്യം ചെയ്യണം, ഈ മോളുടെ അച്ഛൻ ആരാണ് എന്ന് പറയണമെന്ന് തന്നെ പറയുമ്പം നന്ദ പറയുന്നുണ്ട്, അതിനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. ഗൗരിമോളെ എൻ്റെ മകളാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ ഇങ്ങ് തന്നെ ഞങ്ങൾ പോട്ടെ, ഞങ്ങളുടെ ബസ് ഇപ്പോൾ പോകുമെന്ന് പറയുമ്പം എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ ബസ്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഈ മോളിലെ അച്ഛൻ ആരാണ് എന്ന് പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ മോളിലെ അച്ഛൻ ആരാണെന്ന് പറയുന്നത് നിനക്ക് നാണക്കേടുണ്ടോ എന്ന് ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട്, ഒരു നാണക്കേടുമില്ല, വളരെ പവിത്രമായ ഒരു ബന്ധത്തിൽ തന്നെയാണ് എനിക്ക് ഈ കുട്ടി ഉണ്ടായതെന്ന് പറയുമ്പോൾ, എങ്കിൽ ആ പവിത്രമായ ബന്ധത്തിൽ നിന്നോടൊപ്പം ഉള്ളത് ആരാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഏതായാലും ഒരു സ്ത്രീ തന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാകുമെന്നില്ലല്ലോ, അതുകൊണ്ട് പറ എന്ന് പറയും. അന്നേരം നന്ദ പറയാതിരിക്കുവാണേ. അന്നേരം ഗൗതം ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോട് എല്ലാ കാര്യങ്ങളും നിർമ്മൽ പറഞ്ഞു, ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഇനിയെങ്കിലും നീ ഇത്തിരി നട്ടല് കാണിക്കുന്നതാ, നിൻ്റെ മകളുടെ അച്ഛൻ ആരാണെന്ന് ഇനിയെങ്കിലും നീ വാ തുറന്ന് പറ എന്ന് പറയും. അന്നേരം നന്ദ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുവാണ്. അന്നേരം വീണ്ടും ഗൗതം നിർബന്ധിക്കുക. അന്നേരം വേറെ നിവൃത്തിയില്ലാണ്ട് നന്ദ പറയുവാണ്, അതെ, നിങ്ങളാണ് എൻ്റെ മകളുടെ അച്ഛൻ, നിങ്ങളാണ് എന്ന് പറയുന്നു. അദ്ദേഹം ഗൗതത്തിന് ഭയങ്കര സ്നേഹം മോളെ ഭയങ്കരമായിട്ട് ഉമ്മ വയ്ക്കുന്നു. എന്നിട്ട് എൻ്റെ മകളാണ് ഇവൾ, എന്നിട്ടാണോ നീ ഇത്രയും കാലം എന്നോട് ഇതൊന്നും പറയാതിരുന്നത്? എൻ്റെ മകൾ ജനിച്ച അതിന് ബോധമായ കാലം തൊട്ട് എന്നെ അന്വേഷിക്കുന്നതല്ലേ, അവൾ അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതല്ലേ, എന്നിട്ടും നീ അവളോട് എന്തെങ്കിലും പറഞ്ഞോ, എന്നോടൊരു വാക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നോ? എൻ്റെ മകളുടെ അച്ഛൻ നിങ്ങളാണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എൻ്റെ ചാരിത്രത്തെ പോലും സംശയിച്ച ആളല്ലേ, അതുകൊണ്ടാണല്ലോ വേറെ ഏതോ ഒരു സ്ത്രീ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിയുടെ അച്ഛൻ നിർമ്മലാണ് എന്ന് പോലും നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല, നിൻ്റെ ചാരിത്രത്തെ ഞാൻ സംശയിച്ചിട്ടില്ല. പിന്നെ നിന്നോട് പലതവണ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും നീ മറുപടി പറയാത്തത് കൊണ്ട് പ്രൊവോക്കായി ഞാൻ ഓരോന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ അതൊന്നും ചിന്തിച്ചതല്ല. പക്ഷെ നീ എന്നോടും എൻ്റെ മകളോടും ചെയ്തത് ചെറിയ തെറ്റൊന്നുമല്ല. ഇത്രയും കാലം എൻ്റെ മകളിൽ നിന്ന് അകറ്റി നിർത്തി അവളുടെ ആഗ്രഹം അവൾ പലതവണ കരഞ്ഞ് പറഞ്ഞിട്ടും നീ അത് സാധിച്ചു കൊടുത്തില്ല. അവളുടെ അച്ഛൻ ആരാണ് എന്ന് അവളോട് പറഞ്ഞില്ല. ആ തെറ്റ് ഇനി ഒരിക്കലും അത് പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല എന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, എന്താണേലും നിങ്ങൾ അറിഞ്ഞല്ലോ, നിങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞല്ലോ, ഇനി എൻ്റെ മോളെ ഇങ്ങതാന്ന് പറയുമ്പം തരിയേല, എൻ്റെ മകളാണ് ഇവൾ, ഇനി ഞാൻ അവളെ നിനക്ക് വിട്ട് തരിയേല, എൻ്റെ കൂടെ ഇവൾ ജീവിക്കുമെന്ന് പറയും. അന്നേരം നന്ദയ്ക്ക് ആകെ സങ്കടമാവുകയെ. അന്നേരം എൻ്റെ മകളെ ഇങ്ങ് താ ഗൗതം സാർ, നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ഗൗതം തിരിച്ചു ചോദിക്കുവാണ്, ഇതിനു മുമ്പ് അവകാശവാദം ഉന്നയിച്ച് എൻ്റെ മകനെയും കൊണ്ട് നീ ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ട് എന്ത് ആ മകൻ അതിനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്തില്ലേ, എന്നിട്ട് ഇനി ഈ മകളെയും കൂടെ തന്നെയല്ലേ, ഞാൻ തരികയില്ല, ഇവളിനി എൻ്റെ കൂടെ ജീവിക്കും എന്ന് തന്നെ പറയുവാണ്. നന്ദയ്ക്ക് അത് കേൾക്കുമ്പോഴേക്കും ആകെ സങ്കടം ഇങ്ങനെ ഉരുകി നിൽക്കും കേട്ടോ നന്ദ.
എന്നിട്ട് ഗൗതം അതിൻ്റെ കൂടെ തന്നെ പറയുവാണ്, നിനക്ക് ഒരിക്കലെങ്കിലും എന്നോട് പറയാൻ മേലായിരുന്നോ ഇങ്ങനൊരു മകൾ എനിക്കുണ്ട് എന്ന് എന്നോട് പറയാൻ മേലായിരുന്നോ, അത് നീ എന്നോട് ചെയ്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം നന്ദ ചോദിക്കും, ഞാൻ എന്തിനാ പറയണം, ഞാൻ പോയതിന് ശേഷം നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നെ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, നീ മരിച്ചു എന്ന് കരുതിയല്ലേ ഞാൻ ജീവിച്ചത്, നിൻ്റെ ബാഗും സാധനങ്ങളും എല്ലാം വണ്ടിയിൽ നിന്ന് കിട്ടി, പിന്നെ ഞങ്ങളെ എങ്ങനെ വിശ്വസിക്കണമായിരുന്നു നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്ന് തിരിച്ചു ചോദിക്കും. അന്നേരം നന്ദ ചോദിക്കുവാണ്, നിങ്ങളൊരു പോലീസ് ഓഫീസറല്ലേ, നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട്, നീ ചെയ്ത തെറ്റിനെ ഇനിയും നീ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് നന്ദ, അതുകൊണ്ടൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പം നന്ദ ചോദിക്കുവാണ്, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഞാൻ മരിച്ചു എന്ന് കരുതിയ ഉടനെ പിങ്കിയെ വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലോട്ടായിരുന്നു ഞാൻ വരേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ഗൗതം ചോദിക്കുവാണ്, അത് നീ എന്നാ അറിഞ്ഞത്, ഇവിടെ വന്ന് 6 വർഷങ്ങൾക്ക് ശേഷമല്ലേ നീ അറിഞ്ഞത്, അതിനു മുമ്പ് നിനക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ മേലായിരുന്നു എന്ന് ചോദിക്കുവാണ്. പക്ഷേ അപ്പോഴും നന്ദ പറയുന്നില്ല ഞാൻ ഇതിനു മുമ്പ് അറിഞ്ഞായിരുന്നു എന്ന്. ഇതിനു മുമ്പ് അറിഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ നിർമ്മലിനോട് ആ കാര്യങ്ങൾ പണ്ട് നന്ദ പറഞ്ഞത്. പക്ഷേ നന്ദ അന്നേരം ഇങ്ങനെ എന്താണ്ട് അന്തിച്ച് നിൽക്കുവാണ്. സീരിയലെല്ലാം ഉള്ള കുഴപ്പമാണ്, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയൂല. അന്നേരം ഗൗതം അതിൻ്റെ കൂടെ തന്നെ പറയുവാണ്, നീ ഇങ്ങനെയാണ്, ഒരിക്കലും മറ്റുള്ളവരുടെ ഫീലിങ്സ് നീ പരിഗണിച്ചിട്ടില്ല, എൻ്റെ ഫീലിങ്സോ അല്ലെങ്കിൽ നിൻ്റെ മകൾ എന്ന് നീ എപ്പോഴും അവകാശപ്പെടുന്ന ഗൗരിമോളുടെ ഫീലിങ്സോ നീ പരിഗണിച്ചിട്ടില്ല. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, നീ നിൻ്റെ സ്വന്തം കാര്യം മാത്രമേ നോക്കിയിരുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ അന്ന് ആ കുട്ടി എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോയത്. അന്നും നീ തെളിയിച്ചു നീ ഒരിക്കലും ഒരു നല്ല ഭാര്യ ആകിയല്ലാന്ന്, ഒരിക്കലും ഒരു നല്ല ഭാര്യ അല്ലായിരുന്നു താനും. അതുപോലെ തന്നെ മോളുടെ ആഗ്രഹവും അവളുടെ ഫീലിങ്സും കാണാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഒരു നല്ല അമ്മയല്ലാന്ന് നീ തെളിയിച്ചു. അതുകൊണ്ട് മോളെ ഇനി ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം മോളെയും കൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് വണ്ടിയിൽ കിടത്തു കേട്ടോ. അന്നേരം നന്ദ പുറകെ ചെല്ലുന്നുണ്ട്, എൻ്റെ മോളെ താത്താന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട്. അന്നേരം മോളെ നന്ദ എടുക്കാതിരിക്കാൻ വേണ്ടി മോളെ അകത്ത് കിടത്തി ആ ഡോറ് പൂട്ടിയിട്ടാണ് ഇപ്പുറത്തെ ഡോറിലോട്ട് പോരുന്നത് പോലും. നന്ദ പുറകെ ഉരുട്ടിയിട്ട് പിടിക്കുന്നുണ്ട്. അന്നേരം പറയും, എൻ്റെ അടുത്ത് ഗുസ്തി പിടിച്ച് ജയിക്കാമെന്നൊന്നും നീ കരുതണ്ട, ഏതായാലും ഇനി എൻ്റെ കൂടെ ഈ മകൾ ജീവിക്കും, നിനക്ക് ഇനി അവളെ വിട്ടുതരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. നന്ദ വണ്ടിയുടെ പുറകെ ഓടുന്നൊക്കെ ഉണ്ട്. ആകെ സങ്കടപ്പെട്ട് തകർന്ന് നിൽക്കുവാണ് നന്ദ. ഞാനോർത്തു നീ ഇനിയെങ്കിലും നട്ടൽ കാണിക്കും നന്ദ എന്നൊക്കെ പറഞ്ഞപ്പം നന്ദയുടെ കൂടെ നിൽക്കുന്നു. ഇത് തനി കൂതറ സ്വഭാവമാണ് ഗൗതം കാണിച്ചത്. നന്ദ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിയേല എന്ന് പറയുന്ന ഗൗതം എല്ലാവരുടെയും ഫീലിങ്സ് മനസ്സിലാക്കും. സ്വന്തം കാമുകിയുടെ ഫീലിങ്സ് വരെ മനസ്സിലാക്കി കാമുകിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. പിന്നീടും ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും സ്വന്തം ഭാര്യയുടെ ഫീലിങ്സ് ഗൗതം അറിഞ്ഞിരുന്നില്ല. അത് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിൽ നന്ദ മാത്രമല്ലേ നന്ദയുടെ കൂടെ നിൽക്കാനുള്ളൂ. ഗൗതത്തിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നന്ദ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. ഈ സമയം ഇന്ത്യവരത്തിൽ ഭയങ്കരമായ ചർച്ചകൾ നടക്കുവാണ്. ഗൗതത്തെ കണ്ടില്ല, ഗൗതം നിർമ്മലിൻ്റെ കൂടെ പോയി കാണും, മിക്കവാറും നന്ദയുടെ അടുത്തേക്ക് തന്നെയായിരിക്കും എന്നൊക്കെ വല്യമ്മ പറയുമ്പം പിങ്കി പറയുന്നുണ്ട്, നന്ദയും മോളെ ഇന്ന് ശാന്തിപുരത്തേക്ക് തിരിച്ചു പോയി കാണുമെന്ന്. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, അവളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും സൂത്രപ്പണിയായിട്ടായിരിക്കും അവൻ ഇങ്ങോട്ട് വന്നത് എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദുമോൻ പറയും, പപ്പ പോയത് ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരാനാണെന്ന്. അന്നേരം നിൻ്റെ ആഗ്രഹം സാധിച്ചതുമാണ് എന്ന് വല്യമ്മ ഇങ്ങനെ കളിയാക്കുമ്പം, എന്നെ കളിയാക്കുമൊന്നും വേണ്ട, ഞാൻ എൻ്റെ ആഗ്രഹം പപ്പയോട് പറഞ്ഞിട്ടുണ്ടാവുകൊണ്ട് പപ്പ ഗൗരിയും കൊണ്ടേ വരുവുള്ളൂ എന്ന് പറയുക. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ വല്ല അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങൾക്കും നിൻ്റെ കൈ കാണണം, അല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. എന്നിട്ട് പിങ്കിയോട് പറയുന്നുണ്ട്, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ തള്ളമാരാണ്, അത് നീ ചെയ്യുന്നില്ലേ എന്നൊക്കെ പിങ്കിയോട് ചോദിക്കുന്നു. പിന്നെ എല്ലാവരും ഉപദേശിക്കുമ്പം മഹേശ്വരൻ പറയുന്നുണ്ട്, അത് ഇനി ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല, ഏതായാലും ഇന്ന് നന്ദയും മോളും തിരിച്ചു പോകും, ആ അധ്യായം ഇവിടെ തീർന്നു, ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറയുവാണ്. അന്നേരം പിങ്കി മോനോട് പറയുന്നുണ്ട്, മോനെ ഇവരെല്ലാവരും പറയുന്നത് നീ കേട്ടില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് പിങ്കി മോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അതുപോലെ ലക്ഷ്മിയുടെ ഭാഗം പറയാൻ ശ്രമിക്കുന്നു. അന്നേരം വല്യമ്മ പറയുന്നത് നന്ദയെ തന്നെ കുറ്റം പറയുന്നത്, ആ കാഞ്ഞ ബുദ്ധി ആ ഗൗരി എന്ന് പറയുന്ന പെണ്ണിന്, അതിന് ഇവിടെ വന്ന് ഈ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലായിരുന്നു, അതുകൊണ്ട് അവളും തള്ളയും കൂടിയാണ് ഇതെല്ലാം പറഞ്ഞ് നന്ദുവിനെ പിരികേറ്റി നന്ദുവിൻ്റെ മനസ്സ് മാറ്റുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വല്യമ്മ. ഈ സമയം നമ്മുടെ ഗൗതം വീട്ടിലോട്ട് വരുന്നു. വീട്ടിൽ വന്ന വണ്ടി നിർത്തുന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുവാണ്, കുറച്ച് പോലീസുകാർ ഇങ്ങോട്ട് വരണം, എൻ്റെ മകളുടെ അവകാശം പറഞ്ഞ ഒരു സ്ത്രീ വരാൻ സാധ്യതയുണ്ട്, അവരിവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, അതുകൊണ്ട് കുറേ പോലീസുകാരും പ്രത്യേകിച്ച് വനിതാ പോലീസിനെയും കൂട്ടി നിങ്ങളിങ്ങോട്ട് വരണം എന്നൊക്കെ പറയുവാണ്. അത്രയൊക്കെ പറഞ്ഞിട്ട് ഗൗതം മോളെ എടുക്കുന്നു. ഭയങ്കര സ്നേഹമാണ്, ഉമ്മയൊക്കെ കൊടുത്ത് മോളെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയം അകത്തിരുന്ന് ഗൗതത്തെ കാണാത്തതുകൊണ്ട് അവർക്കാകെ ടെൻഷൻ. അവർ ഗൗതത്തെ
വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് മോളെയും കൊണ്ട് ഗൗതം കയറി ചെല്ലുന്നത്. അന്തേക്കും ഹായ് പപ്പ എന്ന് പറഞ്ഞ് നന്ദു ഓടി ചെല്ലും. എന്നിട്ട് പപ്പ ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ മോനെ എന്ന് പറയും. അന്തേക്കും എല്ലാവർക്കും ദേഷ്യം വരും. വെല്ലുമ്മ ചോദിക്കും നീ എന്തിനാ ഈ പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്, ഇനി ഇവളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലേ എന്ന് വെല്ലുമ്മ ചോദിക്കും. അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യക്തമായ കാരണമുണ്ട്, അത് നിങ്ങളിപ്പം മനസ്സിലാക്കിയാൽ മതി. ഗൗരിക്ക് ഇപ്പം വയ്യ, അതുകൊണ്ട് അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുവാണ്. അന്നേരം മഹേശ്വരനും ലക്ഷ്മിയും എല്ലാവരും മാറി മാറി ചോദിക്കും. അന്നേരം ഗൗതം ഈ മറുപടി തന്നെ പറയും, ഞാൻ പറഞ്ഞല്ലോ ഗൗരിക്ക് തീരെ വയ്യ, അവൾ റെസ്റ്റ് എടുക്കട്ടെ, ഇതിന് ശേഷം പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം, ഒരു കാര്യമില്ലാതെ ഞാനിങ്ങനെ ചെയ്യില്ല എന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗൗതം അകത്തേക്ക് പോകുന്നു. പുറകെ നന്ദുമോനും പോകുന്നുണ്ട്. അന്നേരം ദേഷ്യപ്പെട്ട് വല്യമ്മ പറയുന്നുണ്ട്, കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത്, ആ നന്ദ അവൾ ഒറ്റ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം, ഇവിടെ കയറി കൂടാൻ വേണ്ടി എന്തൊക്കെയോ അവൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അവളുടെ പരിപാടി ഇതൊക്കെ എന്ന് പറഞ്ഞ് വല്യമ്മ നന്ദയെ കുറ്റം പറയുന്നു. അന്നേരം ആകെ ടെൻഷനോടെ നിൽക്കുവാണ് നമ്മുടെ പിങ്കി. ഏതായാലും റൂമിൽ കൊണ്ടേ മോളെ കിടത്തുവാണ്. കിടത്തിയിട്ട് അടുത്തിരുന്ന് തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുകയും ഒരു ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം നന്ദുമോൻ ചോദിക്കും എന്നെ പപ്പ എന്ന് ചോദിക്കുമ്പം നല്ല പനിയുണ്ട് മോനെ എന്ന് പറയും. അന്നേരം എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് നന്ദുമോൻ ചോദിക്കുമ്പം ഏതായാലും ഡോക്ടർ ആൻറ്റി മരുന്നൊക്കെ കൊടുത്ത് കാണുമായിരിക്കും, കുറച്ച് സമയം കഴിയട്ടെ, കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ഗൗതം പറയുവാണ്. എന്നിട്ട് മോളെ ഇങ്ങനെ തലോടി ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ അടുത്തിരിക്കുക കേട്ടോ. ഈ സമയം അങ്ങോട്ട് വളരെ വിഷമിച്ച് നമ്മുടെ പിങ്കി വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണക്കാരിയായ പിങ്കി ഇനി ടെൻഷനാണ്, അവളുടെ ജീവിതം നഷ്ടപ്പെടുകയെന്ന്. ഇതേ ടെൻഷനായിരുന്നു പണ്ട് നന്ദയ്ക്കുണ്ടായിരുന്നത്, പക്ഷെ അതാരും കാണാൻ ശ്രമിച്ചില്ല. ഏതായാലും വളരെ വിഷമത്തോടെ റൂമിലേക്ക് വരുന്ന പിങ്കിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.